മലയാള സിനിമയിലെ ഒരു പുത്തൻ വിസ്മയം തന്നെയെന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ആദ്യം മുതലേ പടത്തിൻ്റെ അണിയർ പ്രവർത്തകർ വേറെ ഒരു ഹൈപ്പും കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഇറങ്ങിയ പടമാണ്. ആരും കൂടുതൽ പ്രതീക്ഷിക്കാതെ വന്നതെന്ന് കണ്ടതാണ്. പക്ഷെ പടം തുടങ്ങി ഒരു പകുതി അങ്ങോട്ട് കഴിഞ്ഞ് പടത്തിൻ്റെ റേഞ്ച് ഇങ്ങനെ മാറി. ആദ്യം പറഞ്ഞ ഒരു ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞു, അതിന് 100% നൂതി വിലർത്തുന്നു. ക്ലൈമാക്സ് നമ്മളെ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. പുള്ളി അഴിഞ്ഞാടുകയാണ്. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാടുകയാണ്. ലാസ്റ്റ് അരമണിക്കൂർ പുള്ളിയുടെ വേറൊരു അഴിഞ്ഞാട്ടമാണ് കാണുന്നത്. ഇത് മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ, ലോക സിനിമയിൽ ആർക്കും ഇങ്ങേർക്ക് പകരം വയ്ക്കാൻ ആരുമില്ല. അത്ര ഗംഭീരമായിട്ട് അഴിഞ്ഞാടുകയാണ്. അമേസിങ് എന്ന വാക്കിന് ഉപരി വേറെ വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കണ്ടുപിടിച്ചേന്. ഒരു മമ്മൂട്ടി പടത്തോടെയാണ് നിങ്ങൾ വൈറലായത്. വീണ്ടും ഒരു മമ്മൂട്ടി പടത്തേക്ക് എങ്ങനെയുണ്ട് ഇത്? അത് തന്നെയല്ല, ഞാൻ പടം കണ്ടിരുന്ന ലാസ്റ്റ് അരമണിക്കൂറിലെ ഞെട്ടൽ എനിക്ക് ഇപ്പോഴും വിട്ടുമാറിയില്ല. ആ അരമണിക്കൂറിലെ ഞെട്ടൽ എനിക്ക് ഇതുവരെയും വിട്ടുമാറിയില്ല. ഞാൻ അതിൻ്റെ ലഹരിയിലാണ് ഇരിക്കുന്ന അവസ്ഥയിൽ. എനിക്ക് സംസാരിക്കാൻ വയ്യാത്തത് ഞാൻ കഴിച്ചില്ല, അതുകൊണ്ടാണ് മനസ്സിലായില്ല. റിയലി വണ്ടർ, അമേസിംഗ്, അൺബിലീവബിൾ, ദ മെഗാ പവർ സ്റ്റാർ, മെഗാ സ്റ്റാർ. ഇന്ത്യൻ സിനിമയിൽ വല്ല ഒരാളും ഇല്ല, മമ്മൂക്ക വല്ല ഒരാളും ഇല്ല. ലൂസിഫർ ഫെയിൽഡ്. നമുക്ക് 150 കോടി 200 കോടിയും വേണ്ട, പടം വിജയിച്ച മാത്രമല്ല. ലോക സിനിമയിൽ ഏറ്റവും അധികം പുതുമുഖ സംവിധായകരെ സമ്മാനിച്ച നടൻ മമ്മൂട്ടിയാണെന്ന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു പുതിയ ഡയറക്ടറാണ് എന്നത് തന്നെയായിരുന്നു ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. പക്ഷേ ഈ മമ്മൂക്ക നൽകിയ ഈ സംവിധായകനും മലയാള സിനിമയിലെ മുൻനിരയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത് മലയാള സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു തീമല്ല, ഇതൊരു വെറൈറ്റി തീമാണ്. ഒരു ഗെയിമിംഗ് പാറ്റേണിൽ പോകുന്ന പോകണം. പക്ഷേ അവസാനത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ രോമാഞ്ചായി. ഇത് ആ കാറിൽ ഇരിക്കുന്നവരോട് കൂടെ അഭിപ്രായം ചോദിക്കുക, അവരുടെ അഭിപ്രായം അടിപൊളി ഗംഭീരമായിട്ട്. അതാണ് ഗംഭീര, ഒരു രക്ഷയില്ല. പുതുമയുള്ള പടം. മോഹൻലാൽ പറയും പോലെ അല്ല, ഇതാണ് മമ്മൂക്ക. അത് നമ്മളെ ചാരി ചൊറിഞ്ഞാൽ നമ്മൾ കയറി മാന്തും. ഒന്നുമല്ല, പറയാ വാക്കുകളല്ല. അതാണ് അണ്ണ നമ്മളെ മമ്മൂക്ക പറഞ്ഞില്ല നരസിംഹത്തിൽ, ഞാൻ നിർത്തണം അത് തന്നെ. ഇത് ഏത് നമ്മളെ കയറി ചൊറിഞ്ഞാൽ നമ്മൾ കയറി മാന്തും. 100 കയറി 200 വേണ്ട. ഇതേപോലെ അഭിനയിക്കണ ഒരാളെ നിങ്ങൾ പറ, ഏതാള് കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഏത് നട അഭിനയിക്കും? പറ. അവൻ മറ്റേ ഇങ്ങനെ ഏഴുമലപ്പും അതൊക്കെ മതിയാ. ഇതൊന്നും പറ്റൂല ഇവിടെ. മലയാള സിനിമ ഒരേ ഒരു നട മമ്മൂക്ക. ഇനി ഒരിക്കൽ കൂടെ ടിക്കറ്റ് എടുത്ത് കാണണം. നമുക്ക് 100 കോടിയൊന്നും ആവശ്യമില്ല, പ്രേക്ഷകരെ മനസ്സ് നിറഞ്ഞാൽ മാത്രം മതി. അതാണ് ഈ പടത്തിൻ്റെ മമ്മൂട്ടിയുടെ അവസാനത്തെ 30 മിനിറ്റ് ഒന്നും പറയാതിരിക്കുകയില്ല. ഈ സാധനം പകരം വയ്ക്കാൻ വയ്യ. എണീച്ചെന്ന് ആളടിച്ചു പോയി. ആ 30 മിനിറ്റ് നമ്മൾ സന്തോഷത്തോടെയാണ് എനിക്ക് വന്നത്. ഒരാൾ പോലും തിയേറ്ററിൽ സീറ്റിൽ അതുള്ളത് വരെ സിനിമ പറയാലോ, സൈലന്റ് ബോഡി. അവസാന അരമണിക്കൂർ ജനം ആർക്കും ഉല്ലസിക്കും. മമ്മൂക്കയുടെ അഴിഞ്ഞാണ്. കാരണം അദ്ദേഹം ഏത് ലെവലിലാണ് ഇത്രയും ഏജായിട്ട് പോകുന്നത് ഒരു പിടിയില്ല, ഒരു രക്ഷയില്ല. കാരണം ഒരു മാനസ് അവസാന ക്ലൈമാക്സിൽ നടന്നു വരുന്ന ഒരു സീൻ പറയാൻ ഒരുപാട് സീനുണ്ട്. ഒരു മുമ്പ് നമ്മൾ പറയുന്നത് വിക്രമിൻ്റെ അന്യൻ കണ്ടിട്ടൊക്കെ നമ്മളിങ്ങനെ പല അഭിപ്രായം പറയുന്നത്. ഇനി അതൊന്നും ഒന്നുമല്ല. കാരണം ഇദ്ദേഹം വേറെ ലെവലിൽ പറയാൻ വാക്കുകളില്ല, വേറെ ലെവൽ അഴിഞ്ഞാട്ടം. അവസാന അരമണിക്കൂർ ഒരു രക്ഷയില്ല. നമുക്ക് കണ്ടവർ എന്തോന്ന് പറയാം, ക്ലൈമാക്സ് ഒന്നും അയാളെ കൊണ്ടേ പറ്റുള്ളൂ. നമുക്ക് തള്ളും മറ്റതൊന്നുമില്ല. ഈ ഹൈപ്പിൽ പടമാണ്, വലിയ പടമാണെന്നൊന്നുമില്ല. നമ്മൾ ഈ അറിയാമല്ലോ, ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒരു ഹൈപ്പില്ലായിരുന്നു. പക്ഷെ അതുക്കും മേലെയാണ് ഈ സംഭവിച്ചത്. സന്തോഷം ഒന്നും പറയാൻ പറ്റില്ല. ചീത്തയൊന്നും പറയാനുള്ള ഒരു ആർജവം കാണിക്കുക എന്നുള്ളതാണ് മോശം. നമ്മൾ പ്രതീക്ഷിച്ച അത്രത്തോളം പടത്തിനകത്ത് വരില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് നമുക്ക് ഒരു ലാസ്റ്റ് ഒരു 10-20 മിനിറ്റ് അദ്ദേഹം എടുത്തിട്ടുള്ള എഫേർട്ട്. പക്ഷേ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ പടമൊന്നുമല്ല ഇതിനകത്തുള്ളത്. ജെന്യുവനാണ്. നിങ്ങൾ വിലയിരുത്തുക മലയാളികളെ. കാരണം എന്താ പറയുക, നമ്മൾ ഇതിനകത്ത് വരുമ്പോൾ സംഘർഷപരമായ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ വളരെ ഗൗരവപരമായിട്ടാണ്, അവർക്കൊക്കെ അത് വളരെ എഫേർട്ടായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനിപ്പോഴും പറയുകയാണ്, ഒരു ഫിലിം കാണാൻ വരുന്ന ഒരു ആസ്വാദകൻ എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ സൗന്ദര്യം കാഴ്ചപ്പാടായിരിക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള എനർജിയെ, അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അംഗീകരിക്കുന്ന വിഷയമൊന്നുമില്ല. പക്ഷേ ഒരു ആവറേജ് ലെവലിലേക്ക് പോകുക. കാരണം നമ്മൾ ആ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി ഒന്ന് തുടക്കം മുതൽ അവസാനം വരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ വളരെ സ്ലോലി പോകുന്നുണ്ട്. ഒരു ഗെയിം കളിക്കുന്ന ഒരു ഫീൽ. കാരണം ഏതാണെന്നൊന്നുമില്ല. പക്ഷേ ആ ഒരു ആക്ടിങ് കൊണ്ട് കാരണം ചിലപ്പോൾ പടം കൊളുത്തേലായി മേൽ. ഈ 74 വയസ്സിൽ മമ്മൂക്ക അർമാദിക്കുന്ന
ഇതുവരെയ്ക്ക് ഒരു പടം കണ്ടി 19 വർഷത്തിൽ കൂടുതൽ കാണിക്കുന്നു. ഇങ്ങനത്തെ ഒരു പടം സൂപ്പറിനെ അടിക്കണ്ട് അടിപൊളി. ഇന്നേ വരെ മമ്മൂട്ടിയുടെ ഇത്രയും പുള്ളിക്കായിട്ട് ഒരു പടം കണ്ടിട്ടില്ല. അവ എങ്ങനെ പോയൊരു 150 കോടി വാരി. ഇതിൻ്റെ പുതിയ ഡയറക്ടറാണ്, മനസ്സിലായി. ഈ സിനിമയിൽ ആദ്യമായിട്ട് ഒരു വർക്ക് കിട്ടിയിട്ടുള്ള ഒരു ഡയറക്ടറാണ് ഇത് ചെയ്തത്. ആ രീതിക്ക് നോക്കിയാണെങ്കിൽ പുള്ളി പടം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് പോലെ ആവാൻ പറഞ്ഞൊരു വേണ്ടി പുള്ളി ഇന്നലെ ഈ വൈകുന്നേരം എന്നെ വിളിച്ച് പറഞ്ഞാൽ ബസ്സിലാണ് കൊച്ചി കയറണമെന്നേ. ഞാൻ പറഞ്ഞു ഇന്ന് അല്ലെങ്കിൽ അടുത്ത എപ്പോഴെങ്കിലും വരാൻ തോന്നി പുള്ളിയൊരു എൻട്രി ഉണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് നോക്കിയപ്പോൾ പുള്ളിയിലൊരു എൻട്രി കണ്ടപ്പോൾ എൻ്റെ പൊന്നോ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല. പുള്ളി കൊണ്ടുപോയി തിയേറ്ററിന്. ആ ഒരു 2-3 സെക്കൻഡേ പുള്ളി ഉണ്ടെങ്കിലും പുള്ളി ആ സെക്കൻഡ് തിയേറ്റർ പൂരപ്പറമ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും ഫാൻസി പുള്ളിക്ക് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് വന്നത്. പടം അടിപൊളി. ഈ പടത്തിനൊരു ക്ലാപ്പിങ്ങിനൊരു പങ്ക് പുള്ളിയുണ്ട്. അങ്ങനത്തെ സിനിമയല്ലല്ലോ നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ സിനിമയാണ് ഇതാണ്. അന്ന് ഞങ്ങളെ ബ്രഹ്മയുഗം മഞ്ഞൾ ബോയ്സിനൊക്കെ നടന്നപ്പോൾ അന്ന് പടം വേറെ ലെവലാണ്. പക്ഷെ ഇപ്പം പറയാനുള്ളത് നമ്മൾ കാണാത്ത സിനിമ അല്ലല്ലോ. നമ്മളിപ്പോഴും മമ്മൂക്ക ഫാനാണ്.